ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പരിക്ക് സംബന്ധിച്ച മെഡിക്കൽ റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു. MRI സ്കാൻ, MR ആൻജിയോഗ്രാം റിപ്പോർട്ടുകൾ ബോർഡ് വിലയിരുത്തി. മന്ത്രിക്ക് കഴുത്തിൽ കടുത്ത വേദന അനുഭവപ്പെടുന്നുണ്ട്. കഴുത്തിലെ കശേരുകൾക്കിടയിലുള്ള ഡിസ്കുകളിൽ രണ്ടിടത്ത് മൂലാഗ്രങ്ങളിൽ അമർന്നുള്ള സമ്മർദ്ദം കാരണമാണ് വേദനയെന്നാണ് പരിശോധനാ ഫലം. അടിയന്തര ശസ്ത്രക്രിയ വേണ്ട സാഹചര്യമില്ലെന്നും ICUവിൽ തന്നെ ചികിത്സ തുടരാനുമാണ് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനം. നിഖിൽ അളവൂരാണ് വിവരങ്ങളുമായി ചേരുന്നത്. നിഖിൽ, എന്താണ് ഇപ്പോൾ ഈ ഒരു മെഡിക്കൽ ബോർഡിന്റെ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്? ഇപ്പോഴത്തെ സാഹചര്യം, നിലവിലെ ചികിത്സയൊക്കെ ഏത് രീതിയിലാണ് മുന്നേറുന്നത്? കഴുത്തിലേറ്റ ക്ഷതത്തിന്റെ ഭാഗമായി വലത് കൈയിലേക്കും തലയുടെ പിൻഭാഗത്തേക്കും പടരുന്ന വിധത്തിലുള്ള കടുത്ത വേദനയായിരുന്നു ഇന്നലെ വൈകിട്ട് മുതൽ മന്ത്രി വീണ ജോർജിന് ഉണ്ടായിരുന്നത്. നിലവിൽ നൽകി വരുന്ന ചികിത്സയുടെ പശ്ചാത്തലത്തിൽ ഇതിന് നേരിയ ആശ്വാസം ലഭിച്ചതായാണ് മെഡിക്കൽ ബോർഡിന്റെ വിലയിരുത്തൽ. ഒപ്പം തന്നെ ഈ സംഭവങ്ങളുടെ പിന്നാലെ ഉയർന്ന രക്തസമ്മർദ്ദം അനുഭവപ്പെട്ടിരുന്നു. കൃത്യമായ മരുന്നുകൾ നൽകി അത് നിയന്ത്രണ വിധേയമാക്കി എന്നും മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒപ്പം ഈ മന്ത്രിക്ക് അനുഭവപ്പെടുന്ന വേദനയ്ക്ക് പെയിൻ സ്പെഷ്യലിസ്റ്റിന്റെ നേതൃത്വത്തിൽ പെയിൻ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചികിത്സയാണ് നിലവിൽ നൽകി വരുന്നത്. MRI സ്കാൻ, MR ആൻജിയോഗ്രാം എന്നിവയുടെ റിപ്പോർട്ടുകൾ ബോർഡ് ഇന്ന് രാവിലെ വിലയിരുത്തിയിരുന്നു. കഴുത്തിലെ കശേരുകൾക്കിടയിൽ ഉള്ള രണ്ട് ഡിസ്കുകൾ അത് രണ്ടിടത്ത് നാഡീമൂലാഗ്രങ്ങളിൽ അമർന്നതിനാലാണ്, അതുകൊണ്ടുള്ള ഒരു സമ്മർദ്ദം കാരണമാണ് കടുത്ത വേദന അനുഭവപ്പെടുന്നത് സാഹചര്യം ഉണ്ടായത് എന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. അതേസമയം ഈ ഒരു അടിയന്തര ശസ്ത്രക്രിയ പോലുള്ള സാഹചര്യത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് തന്നെ മെഡിക്കൽ ബോർഡ് വിലയിരുത്തിയിട്ടുമുണ്ട്. എന്നാൽ നിരന്തര നിരീക്ഷണം ആവശ്യമുണ്ട് മന്ത്രിക്ക് എന്നും അതിനാൽ ICUവിൽ തന്നെ ചികിത്സ തുടരാനുമാണ് നിലവിൽ ഈ പ്രത്യേക സംഘത്തിന്റെ ഡോക്ടർമാരുടെ സംഘത്തിന്റെ തീരുമാനം.